നാളെ നടക്കാനിരിക്കുന്ന CMP-CPM ലയനത്തിന് കോടതിയുടെ വിലക്ക്. എറണാകുളം പ്രിൻസിപ്പൽ മുൻസിഫ് കോടതിയുടേതാണ് നടപടി. CMP സ്ഥാപക നേതാവ് MV രാഘവന്റെ മകൻ MB രാജേഷ് നൽകിയ ഹർജി പരിഗണിച്ചാണ് ലയനം കോടതി തടഞ്ഞത്. വിവരങ്ങളുമായി ഷബ്ന സിയാദ്. ഷബ്ന, എന്തായിരുന്നു രാജേഷിന്റെ ആവശ്യം? കോടതിയുടെ വിധി എന്താണ്? പാർട്ടി ഭരണഘടന അനുസരിച്ച് പാർട്ടി കോൺഗ്രസിന് മാത്രമേ ഇത്തരത്തിൽ ഒരു ലയനത്തിന് തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ എന്നായിരുന്നു MV രാജേഷ് കോടതിയെ അറിയിച്ചിരുന്നത്. മറ്റൊരു കാര്യം, MV രാജേഷിനെ കോടതി പുറത്താക്കിയ നടപടി ശരിയല്ല, അത് റദ്ദാക്കണം എന്ന ഒരു ആവശ്യവും കോടതിക്ക് മുന്നിൽ MV രാജേഷ് വെച്ചിരുന്നു. ഈ രണ്ട് ആവശ്യവും കോടതി ഇപ്പോൾ താൽക്കാലികമായി അനുവദിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ താൽക്കാലികമായ ഒരു ഉത്തരവാണ്. അതുകൊണ്ട് തന്നെ നാളെ നടക്കാനിരിക്കുന്ന ഈ ലയനവുമായി ബന്ധപ്പെട്ട സംഭവത്തിന് ലയനത്തിന് താൽക്കാലിക ഉത്തരവുണ്ടെങ്കിൽ പോലും ഈ ഹർജി പിന്നീട് പരിഗണിക്കും. ഈ ഹർജിയുടെ അന്തിമ വിധി അല്ല ഇപ്പോഴുള്ളത്. നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കണമെങ്കിൽ പാർട്ടി കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന ഒരു വാദം MV രാജേഷ് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിന് മറുവാദമായി എതിർകക്ഷികൾ ഉന്നയിച്ചിരുന്ന വാദം 2018 മെയ്യിൽ തൃശ്ശൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ സമ്മേളനത്തിൽ ഇത്തരത്തിലൊരു നയപരമായ തീരുമാനം എടുത്തിരുന്നു. 2018 ഡിസംബറിൽ MV രാജേഷിനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹർജിക്കാരന്റെ ഇത്തരമൊരു വാദത്തിൽ കഴമ്പില്ല എന്ന എതിർവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള എതിർവാദങ്ങളെല്ലാം കോടതി തള്ളിക്കളയുകയും ഈ ലയനം, അതായത് നാളെ നടക്കാനിരിക്കുന്ന ലയനം താൽക്കാലികമായി വിലക്കുകയും കോടതി ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, MV രാജേഷിനെ പുറത്താക്കപ്പെട്ട അംഗം എന്ന നിലയിൽ പറയാൻ പാടില്ല എന്നും കോടതി ഉത്തരവിൽ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നു. ഇത്തരം ഒരു ഉത്തരവ് മുൻസിഫ് കോടതിയുടേതാണ്. മുൻസിഫ് സുധീഷ് കുമാറിന്റേതാണ്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.